ഇതുവരെ കണ്ട യുദ്ധമല്ല, യുദ്ധം വഴിമാറുന്നു. ഇനി ഡിജിറ്റൽ യുദ്ധത്തിലേക്ക്. ഇന്ത്യയിലും ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തടസ്സപ്പെടുമെന്ന് മുന്നറിയിപ്പ്. ഹോർമൂസ് കടലിടുക്കിലെ ഡാറ്റ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം എന്ന IRGCയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഇത് ആഗോള ആശയവിനിമയത്തെയും സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇന്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്ന സൂചന. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കടലിനടിയിലെ ഡാറ്റ കേബിളുകൾ ആകസ്മികമോ മനഃപൂർവ്വമോ തകരാറിലാകാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് IRGC. ഇറാനിയൻ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി പ്രധാന കേബിളുകൾക്ക് ഒരേ സമയം കേടുപാടുകൾ സംഭവിച്ചാൽ പേർഷ്യൻ ഗൾഫിലുടനീളം തടസ്സങ്ങൾക്ക് കാരണമായേക്കാമെന്ന് തസ്നിം വാർത്താ ഏജൻസി ബുധനാഴ്ചത്തെ റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കിടയിൽ കേബിളുകൾക്ക് മനഃപൂർവ്വമോ ആകസ്മികമായോ കേടുപാടുകൾ സംഭവിക്കാമെന്നും ഇത് പേർഷ്യൻ ഗൾഫിലുടനീളം വലിയ ആശയവിനിമയ തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ആഗോള ആശയവിനിമയ ശൃംഖലയുടെ നട്ടെല്ലെന്നാണ് ഹോർമൂസ് കടലിടുക്കിലെ ഈ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ അറിയപ്പെടുന്നത്. ആഗോള ആശയവിനിമയത്തിലുള്ള നട്ടെല്ലായി വർത്തിക്കുന്ന ഫൈബർ ഓപ്റ്റിക് കേബിളുകളുടെ വലിയൊരു ഭാഗം ഹോർമൂസ് കടലിലാണ്. അതുകൊണ്ട് തന്നെ സുപ്രധാന ഡിജിറ്റൽ ആർട്ടറിയായും ഹോർമൂസ് കടലിടുക്ക് അറിയപ്പെടുന്നു. ഈ കേബിളുകൾ പൊട്ടുകയാണെങ്കിൽ അതിന്റെ ആഘാതം മിഡിൽ ഈസ്റ്റിന്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കും. ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രാദേശിക ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ഏകദേശം 17% മുതൽ 30% വരെ ഈ ലൈനുകൾ വഹിക്കുന്നു. ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ ടെക് ഭീമന്മാരുടെ പിന്തുണയുള്ള UAEയിലെയും സൗദി അറേബ്യയിലെയും വൻതോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഹബ്ബുകൾ ഈ കേബിളുകളെയാണ് ആശ്രയിക്കുന്നത്. ആഗോള സാമ്പത്തിക ഇടപാടുകളുടെയും കേന്ദ്രബിന്ദുവാണ് ഈ കേബിളുകൾ. ഇമെയിലുകൾ മുതൽ ക്ലൗഡ് സേവനങ്ങൾ ഈ അണ്ടർ വാട്ടർ നെറ്റ്വർക്കിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒമാൻ, UAE, പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടെ നിലവിൽ സംഘർഷ മേഖലയോട് ചേർന്നുള്ള നിരവധി രാജ്യങ്ങളിലെ ലാൻഡിംഗ് സ്റ്റേഷനുകൾ വഴിയാണ് അണ്ടർ സീ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ ഉപഭോക്താക്കളിൽ ഒന്നായി ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ കണക്ഷനുകളെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ഈ കേബിളുകളുടെ തടസ്സം ലക്ഷക്കണക്കിന് ഉപയോക്താക്കൾക്ക് ഇന്റർനെറ്റ് വേഗത കുറയ്ക്കുന്നതിനും ക്ലൗഡ് സേവനങ്ങളിലും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനും കാരണമാകും. IT, AI പവേർഡ് സേവന മേഖലകൾക്ക് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും. മുൻപ് കേബിൾ സ്ഥാപിക്കുന്നതിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്ന ഫ്രഞ്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ അൽക്കാറ്റൈൻ സബ്മറൈൻ നെറ്റ്വർക്കുകൾ ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവം കാരണം അവരുടെ ചുമതലകൾ നിറവേറ്റുന്നതിൽ അവരെ തടയുന്നുവെന്ന് കരാർ പങ്കാളിയെ അറിയിച്ചിട്ടുണ്ട്. ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം സൗദി അറേബ്യയിലെ ദമാം തീരത്ത് കമ്പനിയുടെ ഇൻസ്റ്റലേഷൻ കപ്പലായ ILD ബാറ്റ്സ് കുടുങ്ങിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മെറ്റ ഇതിനകം തന്നെ കടലിനടിയിലൂടെയുള്ള കേബിളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണെന്നും ബ്ലൂംബർഗ് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ പ്രധാന ഇടനാഴിയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇത്രത്തോളം തന്നെ പ്രധാനമാണ് ഇവിടുത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ. ഫാൽക്കോൺ, AE1, TGN ഗൾഫ്, CMEWE തുടങ്ങി ലോകത്തിലെ പ്രധാനപ്പെട്ട സമുദ്രാന്തര കേബിൾ സംവിധാനങ്ങൾ ഇടുങ്ങിയ ജലപാതയിലൂടെ ഇതിന് സമീപത്തൂടുകയാണ് പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ബാങ്കിംഗ്, ക്ലൗഡ് സേവനങ്ങൾ, വാർത്താവിനിമയം എന്നിവയെല്ലാം ഈ കേബിളുകളെ ആശ്രയിച്ചാണ്. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഇന്റർനെറ്റിനായി ഈ റൂട്ടുകളെയാണ് വളരെയധികം ആശ്രയിക്കുന്നത്. ഇറാൻ ഇതിനെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരാത്തതിനാൽ ഇത്തരം തടസ്സങ്ങൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ ആകും കൂടുതൽ ബാധിക്കുക. ഈ മുന്നറിയിപ്പിനെ ഒരു ഭീഷണി മാത്രമല്ല, ഒരു തന്ത്രപരമായ സൂചന എന്നുകൂടിയാണ് ഇറാൻ ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നത്. കേബിൾ റൂട്ടുകൾ, ഡാറ്റ ഹബ്ബുകൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. 2024-25 ചെങ്കടലിലെ സമുദ്രാന്തര കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് വലിയ ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ നേരത്തെ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കിയിരുന്നതും ഗൗരവത്തോടെയാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.